നമ്മളുണ്ടാക്കുന്ന റെസിപ്പി ക്യാരറ്റ് ജാമുൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് നന്നായിട്ട് കഴുകി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ പാലും കൂടി വെച്ച് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് അടുപ്പിലേക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഈ അരച്ച് വെച്ച് ക്യാരറ്റ് അതിലേക്കിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നൊരു ടൈം ആകുമ്പോഴത്തേനും ഒരു കപ്പ് പാലും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണ ആ ഒരു പരിവില്ലേ അതുപോലെ നല്ലതായിട്ടായി വരണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി കുഞ്ഞു ബോൾസ് എല്ലാം കൂടി നമ്മൾ ആവിയിൽ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി ഇത് വെന്തതാണ്, എന്നാലും ഒന്നുകൂടി നല്ല മയം വരാൻ വേണ്ടി ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലെടുക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും 2-3 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ഒരു കുറച്ച് പാലെടുത്തിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കുക. ഈ മിക്സ് ആക്കിയതും കൂടി നമ്മൾ പാലിൽ വെച്ച് ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് തിളപ്പിക്കണം. ഇതിനുള്ളിലേക്ക് ബോൾസും കൂടി ഇട്ട് കഴിയുമ്പോൾ കാര്യം കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.